പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിന്റെ ഭൂതകാലത്തെക്കുറിച്ച് മാഷും വിക്രവും എത്രമാത്രം നല്ല ബന്ധത്തിലായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രീജയെടുത്തി വേദയോട് പറയുന്നുണ്ട്. അതിനുശേഷം രാധ വേദയുമായിട്ടുള്ള വിക്രത്തിന്റെ അടുപ്പത്തെക്കുറിച്ചും ശ്രീജയെടുത്തിയോട് ചോദിക്കും. അന്നേരം ശ്രീജയെടുത്തി പറയുന്നത് കുട്ടിക്കാലം മുതൽക്കേ രാധ എപ്പോഴും വിക്രമിന്റെ പുറകെ തന്നെ നടക്കുമായിരുന്നു. അവൾ അന്നൊരു കുഞ്ഞായിരുന്നു. അവൾ ക്ലാസ് കഴിഞ്ഞു വരുന്ന സമയത്തൊക്കെ അവൾ എപ്പോഴും വിക്രമിനെ കാത്തിരിക്കും. വിക്രമിനെ കാണാനും വിക്രമിനോട് സംസാരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവൾ അവനെ കാത്തിരുന്നത്. വിക്രം തിരിച്ച് രാധയോടും അങ്ങനെ തന്നെയായിരുന്നു. വിക്രമിനും അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ മറ്റൊരു തരത്തിലുള്ള ഇഷ്ടമൊന്നും വിക്രമിന് അവളോട് തോന്നിയിട്ടില്ല. വിക്രമിന്റെ നല്ലൊരു കൂട്ടുകാരി, ആ ഒരു ബന്ധത്തിന് മാത്രമേ അവർ തമ്മിൽ അടുത്തിരുന്നുള്ളൂ. പക്ഷെ അന്നും ഇന്നും രാധയ്ക്ക് വിക്രം എന്ന് വെച്ച ജീവനായിരുന്നു. ഇപ്പൊ രാധയ്ക്കുള്ള ഇഷ്ടത്തിനേക്കാൾ ഏറെ ഇഷ്ടമായിരുന്നു അന്നൊക്കെ. രാധക്കെന്നല്ല, ഈ നാട്ടിലെ ഏറെക്കുറെ എല്ലാ പെൺകുട്ടികൾക്കും വിക്രമിനെ ഒരുപാടധികം ഇഷ്ടമായിരുന്നു. ഏത് പെൺകുട്ടികളും ഇഷ്ടപ്പെട്ടു പോകുന്ന അത്രമാത്രം നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു വിക്രം. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, പക്ഷേ ആ വിക്രം ഈ വിക്രമിൽ നിന്നും ഒരുപാടധികം മാറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന വിക്രം ഒരു ഗുണ്ടയാണെന്ന് പറയും. ഇപ്പതേ വിക്രമിനെ എല്ലാവരും അത്രമാത്രം വെറുക്കാൻ തുടങ്ങി. പക്ഷേ രാധ ഇപ്പോഴും വിക്രമിന്റെ പുറകെ തന്നെ നടക്കുവാണ്. ശ്രീജയെടുത്തി, ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്, എപ്പോഴെങ്കിലും വിക്രമിന്റെ രാധയോട് അങ്ങനെ ഒരു അടുപ്പമോ അങ്ങനെ ഒരു പ്രണയമോ തോന്നിയിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ശ്രീജയെടുത്തി അങ്ങ് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, എനിക്ക് കാര്യം മനസ്സിലായി. നീ ചോദിച്ചതിന്റെ അർത്ഥം വിക്രം എന്തെങ്കിലും രാധയെ സ്നേഹിച്ചിരുന്നോ എന്നല്ലേ? നീ പേടിക്കേണ്ട വേദേ, വിക്രമിന്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. വിക്രമിന് എപ്പോഴും രാധ എന്ന് പറയുന്നത് അവന്റെ വെറും ഒരു കളിക്കൂട്ടുകാരി മാത്രമായിരുന്നു. അതിനപ്പുറത്തെ ബന്ധമൊന്നും അവർ തമ്മിലുണ്ടായിട്ടില്ല. വിക്രമിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു, അച്ഛന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രയത്നിക്കുക, 1ാം റാങ്ക് തന്നെ വാങ്ങിക്കണം, അങ്ങനെ അച്ഛന് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമായിരുന്നു അന്ന് അവന്റെ മനസ്സിൽ. അതിനിടയ്ക്ക് ഒരു പെണ്ണും, രാധ എന്നല്ല ഒരു പെണ്ണും അവന്റെ മനസ്സിൽ ഇടം നേടിയിട്ടില്ല. വിക്രമിന്റെ ജീവിതത്തിലേക്ക് ഇന്നേ വരെ ഒരു പെണ്ണ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് വേദ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിക്രമിന്റെ മനസ്സിൽ വേദക്ക് എന്നും ഒരു സ്ഥാനമുണ്ട്. നമ്മളോട് പോലും മറച്ചു വെച്ചുകൊണ്ട് തന്നെ വിക്രമിന്റെ മനസ്സിൽ വേദയോടുള്ള ഇഷ്ടം മറച്ചു വെച്ചിരിക്കാണ്. ആ മനസ്സിൽ ഇപ്പോഴും വേദയുണ്ട്. എന്നിട്ട് ശ്രീജയെടുത്ത് ഇങ്ങനെ വേദയോട് ചോദിക്കുന്നത്, അല്ല ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ, വേദക്ക് വിക്രമിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട്, അതേ ശ്രീജയെടുത്തി, എനിക്ക് വിക്രമിനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പോലും അറിയാതെ വിക്രം എന്തൊക്കെയോ എന്റെ മനസ്സിൽ കയറിക്കൂടി. ഞാനിപ്പോ ഈ ലോകത്ത് മറ്റാരെക്കാളും വിക്രമിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് ശ്രീജയെടുത്തിക്കും ഒരുപാടധികം സന്തോഷമായിരിക്കും. എന്നിട്ട് അതിന്റെ ബാക്കി വേദ വീണ്ടും ചോദിക്കുന്നത്, അത് പോട്ടെ ശ്രീജയെടുത്തി, എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? വിക്രമിന്റെ വഴികാട്ടി അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചതും അച്ഛനായിരുന്നു. വിക്രം നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല രീതിയിൽ എത്തണമെന്നൊക്കെ അച്ഛൻ എപ്പോഴും അവനെ ഉപദേശിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവും. പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും. പഠിക്കുന്ന സമയത്തിന് അവനെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കട്ടൻ ചായ ഇട്ട് കൊടുക്കും. അങ്ങനെ വിക്രമിനെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവനെക്കുറിച്ച് 100,000 സ്വപ്നങ്ങളായിരുന്നു മാഷിന്. പക്ഷേ അതെല്ലാം തന്നെ വിക്രം ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതാക്കി കളഞ്ഞത്. വേദക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട്. എന്നിട്ട് വേദ ചോദിക്കുന്നത്, കുട്ടിക്കാലം മുതലേ അച്ഛനും വിക്രമും ഇത്രമാത്രം ബന്ധത്തിലായിരുന്നെങ്കിൽ, അവരിങ്ങനെ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അച്ഛന് ഇങ്ങനൊരു പെട്ടെന്നൊരു മാറ്റം വന്നത്? അപ്പോഴായിരിക്കട്ടെ ശ്രീജയെടുത്തി ആ ഒരു കഥ വേദക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മുന്നിലായിരുന്നു വിക്രം. അങ്ങനെ കോളേജിലേക്ക് പഠിക്കാൻ പോയിരുന്ന വിക്രം തിരിച്ചു വരുന്നത് മറ്റൊരു വിക്രമായിട്ടായിരുന്നു. കോളേജിൽ വാർത്തയെല്ലാം തന്നെ അച്ഛൻ അറിയുന്നുണ്ട്. കോളേജിൽ വെച്ച് വിക്രം മറ്റൊരു വിക്രമായിരുന്നു എന്നും, കോളേജിൽ വെച്ച് വിക്രം കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്നൊക്കെ. കോളേജിലെ മറ്റു പയ്യന്മാരുമായിട്ട് വിക്രം തല്ലുകൂടി. അങ്ങനെ ഈ വിവരമെല്ലാം തന്നെ അച്ഛൻ അറിഞ്ഞതിന് ശേഷം വിക്രം തിരികെ വീട്ടിലേക്ക് വന്നതോടുകൂടി തന്നെ അച്ഛന്റെ മുന്നിൽ ഇങ്ങനെ വിക്രം തല കുനിച്ച് നിൽക്കുമായിരിക്കും. ദേഷ്യം വന്നു കൊടുത്തിട്ട് സുധാകര മാഷ് വിക്രത്തിനെ ഇങ്ങനെ നിർത്താതിട്ട് അടിക്കാണ്. ഇത്രയും കാലം സ്നേഹത്തോടെ മാത്രം വിക്രത്തിനോട് പെരുമാറിയിരുന്ന അച്ഛൻ അന്നാണ് വിക്രത്തിനോട് ആദ്യമായിട്ട് ദേഷ്യപ്പെട്ടത്. ആദ്യമായിട്ടാണ് ദേഷ്യം വന്നു കൊടുത്തിട്ട് സുധാകര മാഷ് അത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് വിക്രമിനെ അച്ഛൻ തല്ലുന്നതൊക്കെ അന്ന് ആദ്യമായിട്ട് ഞാൻ കണ്ടതെന്നൊക്കെ പറയാൻ ശ്രീജ. അന്ന് വിക്രം വടി പിഴച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ആ ഒരു ദിവസം മുതലാണ് നമ്മുടെ വീടിന്റെ താളം പോലും തെറ്റാൻ പോയത്. എന്നാൽ വിക്രം അങ്ങനെ വഴി പിഴച്ചു പോയി എന്നുള്ളതൊന്നും വേദക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേദ ചോദിക്കുന്നത്, ശ്രീജയെടുത്തി, വിക്രത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ ശ്രീജ പറഞ്ഞത്, അന്ന് അച്ഛൻ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ വിക്രമിനെ അച്ഛന്റെ കയ്യിൽ നിന്നും പൊതിരി കിട്ടി. അന്ന് അച്ഛൻ ആ ഒരു സംഭവത്തെ പറ്റി അന്വേഷിക്കുക പോലും ചെയ്യാതെ വിക്രമിനെ കുറേയധികം തല്ലി, കുറേയധികം വഴക്ക് പറഞ്ഞു. അതോടുകൂടി തന്നെ വിക്രത്തിന്റെ മനസ്സുമങ്ങ് തകർന്നുപോയി. അന്നാണ് വിക്രം ആദ്യമായിട്ട് കരയുന്നത് ഞങ്ങളെല്ലാവരും കണ്ടത്. വിക്രമിലായിരുന്നു അച്ഛന്റെ ഏക പ്രതീക്ഷ. ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ അച്ഛന്റെ മനസ്സും താളം തെറ്റി. വിക്രമിന്റെ ജീവിതം നഷ്ടപ്പെടുകയാണെന്ന് തോന്നിയപ്പോഴേക്കും അച്ഛന്റെ ജീവിതം നഷ്ടപ്പെട്ടതുപോലെയായി. ആ ഒരു സന്ദർഭം മുതൽ പിന്നീട് അച്ഛന് വിക്രമിനോട് ദേഷ്യവും വെറുപ്പും തോന്നി തുടങ്ങി. ആ ഒരു ദിവസത്തോടു കൂടിയാണ് അച്ഛനും വിക്രമവും തമ്മിലുള്ള അകൽച്ചയും തുടങ്ങിയത്. വിക്രം അന്നേരം ഒരുപാടധികം വിഷമിച്ചിരിക്കുന്നതും ഞാൻ കണ്ടതാ.
അന്ന് കരഞ്ഞു വേദനിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്ന വിക്രമിന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സുധാകര മാഷ് ഹാളിൽ ഇരുന്നിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കമലമ്മ ഫോണിൽ ആ ഒരു ദൃശ്യം കാണുന്നത്. വിക്രം കോളേജിലെ പയ്യന്മാരുമായിട്ട് ആ ഒരു തല്ലുകൂടുന്ന ദൃശ്യം. ആ ഒരു ദൃശ്യം കമലമ്മ നേരെ മാഷിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് കണ്ട ദേഷ്യത്തിൽ സുധാകരൻ മാഷ് ഭക്ഷണം പോലും കഴിക്കാതെ ആ ഒരു ഭക്ഷണ പ്ലേറ്റ് മുഴുവനായിട്ട് തട്ടിമറിച്ചിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് സുധാകര മാഷ് പോകുന്നതോടുകൂടി തന്നെ കമലമ്മക്കും ആകെ വിഷമായിരിക്കും. വിക്രം വന്ന ഉടനെ തന്നെ വിക്രമിനോട് കുറേയധികം വഴക്ക് പറയട്ടെ കമലമ്മ, നിന്റെ കോളേജിലെ പ്രവൃത്തി കാരണം ആ മനുഷ്യൻ ഭക്ഷണം പോലും കഴിക്കാതെ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. എന്തിനാ വിക്രം നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എത്രമാത്രം സ്നേഹിച്ചിട്ടാണ് നിന്റെ അച്ഛൻ നിന്നെ വളർത്തിയത്? നിന്നിൽ മാത്രമായിരുന്നു അച്ഛന്റെ ഏക പ്രതീക്ഷ. നീ എന്തിനാടാ വിക്രം അതെല്ലാം തകർത്തുടച്ചത്? എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് തട്ടി എറിഞ്ഞില്ലേടാ. എന്തിനാണ് നീ ആ പാവം അച്ഛനെ ഇത്രമാത്രം വേദനിപ്പിച്ചത്? ഇതിനായിരുന്നോടെ പാവം മാഷ് നിന്നെ ഇത്രമാത്രം സ്നേഹിച്ച് വളർത്തിയത്? ഇനി ഒരിക്കലും എനിക്ക് നിന്റെ മുഖം പോലും കാണണ്ടായെന്നൊക്കെ പറഞ്ഞ് കമലമ്മയും ഒത്തിരിയധികം വിക്രമിനോട് വഴക്ക് പറഞ്ഞിരുന്നു. എന്നാൽ ഇതേ സമയത്ത് വിക്രമാണെങ്കിൽ അന്നേരം ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കട്ടെ ആ ഒരു വീഡിയോ എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതു. യാതൊരുവിധ തെറ്റും ചെയ്യാതായിരിക്കും സ്വന്തം അച്ഛനും അമ്മയും പോലും വിക്രമിനെ ഇത്രമാത്രം ദേഷ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിക്രം മാനസികമായിട്ടാകെ തകർന്നു പോവാണ്. എല്ലാവർക്കും മുന്നിൽ താൻ ഒരു കുറ്റവാളിയായല്ലോ എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം വിഷമത്തോടു കൂടി തന്നെ വിക്രം ആ ഒരു വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ട്. സത്യമെല്ലാം തന്നെ അച്ഛനോട് തുറന്നു പറയാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിക്രം നേരെ സുധാകര മാഷെ കാണാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും മാഷ് ഞങ്ങൾ ദേഷ്യം വന്നുകൊണ്ട് തന്നെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്റെ മുറിയിലേക്ക് വന്നത്? ഇനി എനിക്കൊരിക്കലും ഇങ്ങനൊരു മകനില്ല. എനിക്കിനി ഒരിക്കലും നിന്നെ കാണണ്ട. ഇങ്ങനെയൊക്കെ നീ ചെയ്തു കൂട്ടുന്ന സമയത്തിന് ഒരിക്കൽ പോലും നീ എന്നെ കുറിച്ച് ചിന്തിച്ചോ? നമ്മുടെ വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ചോ? എന്തിനാടാ ഞങ്ങളോടൊക്കെ നീ ഈ ചതി ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം അങ്ങനെ തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് കോളേജിൽ വെച്ച് എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിച്ചതാ. അച്ഛൻ ഇനിയെങ്കിലും ഇത് വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞ് വിക്രം സംസാരിക്കുന്നുണ്ട്. സത്യം എന്താ നടന്നതെന്നുള്ള കാര്യം ഞാൻ അച്ഛനോട് പറയാം. അച്ഛൻ അത് കേൾക്കണമെന്ന് പറയുന്ന സമയത്തിന് മാഷ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടട്ടോ. എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ഭാഗമൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി നീ എന്ത് ന്യായം പറയാനാ? എടാ, കോളേജിലേക്ക് ഞാൻ നിന്നെ തല്ലി പിടിക്കാനാണോ പറഞ്ഞു വിട്ടത്? നീ ചെയ്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. കഞ്ചാവും കള്ളുമെല്ലാം ഉപയോഗിക്കുന്ന നിന്നെ എനിക്കിനി കാണണ്ട. നീ ഇനി എങ്ങനെ വേണമെങ്കിലും നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇടപെടില്ല. എനിക്കിനി ഇങ്ങനൊരു മകനില്ല. മര്യാദക്ക് നിന്നോട് ഇവിടെ നിന്ന് പോവാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് സത്യമെല്ലാം തുറന്നു പറയാമെന്ന വിക്രമിനെ സുധാകര മാഷ് അവിടെ നിന്നങ്ങ് ആട്ടിപ്പായിക്കാണ്. എന്നാൽ തന്റെ അച്ഛനോട് പോലും തനിക്ക് ഈ സത്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ടുകൊണ്ടതിന് വിക്രം അവിടെ നിന്ന് പോവും. ശ്രീജയെടുത്ത് ഈ ഒരു കാര്യമെല്ലാം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കട്ടെ. വേദ ചോദിക്കുന്നുണ്ട്, ശ്രീജയെടുത്ത് എന്തുകൊണ്ടായിരിക്കും വിക്രമിന്റെ ഭാഗം കേൾക്കാൻ അച്ഛൻ അന്ന് കൂട്ടാക്കാഞ്ഞത്? ഇനി ഒരു പക്ഷേ വിക്രമിന്റെ ഭാഗത്ത് തെറ്റൊന്നും കാണില്ല. അന്ന് വിക്രം അങ്ങനെ തകർന്ന അവസ്ഥയിൽ പോലും വിക്രമിന്റെ വാക്ക് കേൾക്കാൻ അച്ഛൻ എന്തുകൊണ്ടാ മനസ്സ് കാണിക്കാഞ്ഞത്? ശ്രീജ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ വേദേ, അച്ഛൻ എല്ലാം തന്നെ നേരിട്ട് കണ്ടിരുന്നു. കോളേജിൽ വെച്ച് വിക്രം അടിയുണ്ടാക്കുന്ന വീഡിയോ അച്ഛൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് വിക്രമിന്റെ വാക്കൊന്നും അച്ഛൻ കേൾക്കാതിരുന്നത്. ഒരിക്കലും വിക്രമിനെ ഇങ്ങനൊരവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ശ്രീജയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വേദക്ക് വല്ലാത്ത സഹതാപം തോന്നി പോവാട്ടോ. വേദ പറഞ്ഞത് ഇവിടെ അച്ഛന്റെ ഭാഗത്ത് തെറ്റുണ്ട്. വിക്രമിന്റെ ഭാഗത്തുള്ള ന്യായം എന്താണെന്ന് അച്ഛൻ അന്ന് കേൾക്കേണ്ടതായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നത് അത് പോട്ടെ, പിന്നീട് എന്താ ശ്രീജയെടുത്ത് സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീജ പിന്നെ സങ്കടത്തോടു കൂടി ആയിരിക്കട്ടെ പറയുന്നത്, വേദമോളെ പിന്നീട് അങ്ങോട്ടേക്ക് വളരെയധികം സങ്കടം നിറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളും വർഷങ്ങളുമായിരുന്നു കടന്നുപോയത്. അങ്ങനെ ആരാരും കൂട്ടില്ലാത്ത സമയത്താണ് വിക്രം ശ്രീനിവാസൻ സാറുമായിട്ട് അടുക്കുന്നത്. അങ്ങനെ ആരാരും സപ്പോർട്ടില്ലാത്ത സമയത്ത് ശ്രീനിവാസൻ സാർ മാത്രമാണ് വിക്രത്തിനൊരു കൈത്താങ്ങായി വന്നത്. അതുകൊണ്ടാണ് ശ്രീനിവാസൻ സാറും വിക്രമും ഇത്രമാത്രം പിരിയാൻ കഴിയാത്ത അത്ര ബന്ധത്തിലായതെന്നൊക്കെ പറയും. അപ്പോഴും വേദക്ക് വല്ലാത്ത സങ്കടമായിരിക്കട്ടെ. വേദ വീണ്ടും ചോദിക്കുന്നത്, എന്നാലും ശ്രീജയെടുത്തി വിക്രത്തിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന കാര്യം അച്ഛൻ വിശ്വസിച്ചില്ലേ? പെട്ടെന്നൊരു ദിവസം വിക്രം അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അച്ഛൻ അതിനെ പറ്റിയിട്ട് സത്യാവസ്ഥ പോലും അന്വേഷിക്കാത്തത് എന്താ? അന്നേരം ശ്രീജ പറഞ്ഞത്, അതേ വേദേ, അതല്ലേ ഞാൻ പറഞ്ഞത്. അന്ന് വിക്രമിന്റെ കോളേജിലെ വീഡിയോ അച്ഛനും അമ്മയും നേരിട്ട് കണ്ടതാ. അവൻ അവിടെ കോളേജ് പിള്ളേരുമായിട്ട് വഴക്ക് കൂടുന്ന വീഡിയോസ് എല്ലാം തന്നെ അവരിട്ട് ആട്ടി ഓടിക്കുന്ന ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ അവര് നേരിട്ട് കണ്ടതാ. പിന്നെ കോളേജിൽ ഭയങ്കര പ്രശ്നമായതൊക്കെ വിക്രമിന്റെ പേരിലായിരുന്നു. പിന്നെ അവരെങ്ങനെ വിശ്വസിക്കാതിരിക്കും? പിന്നെ മയക്കുമരുന്നും കഞ്ചാവും എല്ലാത്തിലും വിക്രമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിക്രമിന്റെ ബാഗ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ നിന്നും ഒരു കഞ്ചാവ് പാക്കറ്റ് കിട്ടി. പിന്നെ ഈ ഒരു സത്യമെല്ലാം അവരുടെ മുന്നിലുള്ളപ്പോൾ അവരെങ്ങനെ വിശ്വസിക്കാതിരിക്കും വേദേ? മാത്രമല്ല ആ ഒരു സമയങ്ങളൊക്കെ ആയിട്ട് വിക്രമിന് വല്ലാത്തൊരു മാറ്റവും ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ കാരണം പോലെ വേദേ ആ സമയത്ത് വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ.
എന്നാൽ ശ്രീജയുടെ വാക്കിൽ നിന്നും വേദക്ക് വല്ലാതെ കുറ്റബോധം തോന്നിപ്പോവട്ടെ വിക്രത്തിന്റെ കാര്യം ചിന്തിച്ചിട്ട്. ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നും വിക്രമിനെ മനഃപൂർവ്വം ആരോ ചതിച്ചതാണ് എന്ന കാര്യങ്ങളായിരിക്കും വേദ മനസ്സിലാക്കുന്നത്. എന്നിട്ട് വേദ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് തന്നെ വിക്രം പോലും അറിയാതെ അതിനെ പറ്റിയിട്ട് വീണ്ടും അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും അന്ന് വിക്രം യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്ന കാര്യം വിക്രമിന്റെ വായിൽ നിന്ന് തന്നെ വേദ തിരിച്ചറിയുമെന്ന് മാത്രമല്ല, വിക്രമിനോട് ഇത്ര കാലമായിട്ട് സുധാകര മാഷ് ചെയ്തിരിക്കുന്നത് വലിയൊരു ചതിയാണെന്നുള്ള കാര്യം വേദ തന്നെ മാഷിനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഇനി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.